എല്ലാവർക്കും ടോക്ക് ടൈം അക്കാദമിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഗ്രാഫിക് ഡിസൈനിങ് ആയാലും വീഡിയോ എഡിറ്റിംഗ് ആയാലും ഇതിലേക്കെല്ലാം കടക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. അവ എല്ലാ കാലത്തും ഒന്നു തന്നെയാണ്. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും അമർത്തുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പഴയ കാലത്തുള്ള പെയിന്റിങ്ങുകൾ മുതൽ ഇന്ന് കാലത്തുള്ള കമ്പ്യൂട്ടർ ഡിസൈനിങ് വരെയുള്ള എല്ലാ ഡിസൈനിങ്ങിന്റെയും അടിസ്ഥാനം ഒന്നു തന്നെയാണ്. എല്ലാ ഡിസൈനിങ്ങിലും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ചില എലമെന്റുകളാണ് ലൈന്, ഷേപ്പ്, ഫോം, ടെക്സ്ചർ, ബാലൻസ് തുടങ്ങിയ എലമെന്റുകൾ. ഈ പറഞ്ഞ ലൈനും ഫോമും ടെക്സ്ചറും ഷേപ്പും കൂടിച്ചേരുമ്പോഴാണ് വളരെ മനോഹരമായ ഒരു പോസ്റ്റർ നമുക്ക് മുമ്പിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഷേപ്പുകളെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ഉണ്ടായിരിക്കണം. എല്ലാ ഡിസൈനിങ്ങിന്റെയും അടിസ്ഥാനം ലൈനാണ്. രണ്ട് പോയിന്റുകളെ കൂട്ടിമുട്ടിപ്പിക്കുന്ന ഒരു ഷേപ്പാണ് ലൈൻ. ലൈന് ചിലപ്പോൾ പരന്നിട്ടാവാം, ചിലപ്പോൾ നേരിയതാവാം, ചിലപ്പോൾ വളഞ്ഞിട്ടാവാം. ലൈനിന്റെ വ്യത്യസ്ത രൂപങ്ങൾ വ്യത്യസ്ത ഫീലിങ്ങുകളാണ് കാണുന്നവർക്ക് നൽകുക. ഡിസൈനിങ്ങിൽ നമുക്ക് സ്ഥിരമായിട്ട് ലൈന് കാണാവുന്നതാണ്. വരകളിൽ നമുക്ക് ലൈനുകൾ കാണാം. കമ്പ്യൂട്ടർ ഡിസൈനിങ്ങിൽ പാറ്റേണുകളായിട്ടും ടെക്സ്റ്ററുകളുമായിട്ടും നമുക്ക് ലൈനുകൾ കാണാം. ഇനി ടെക്സ്റ്റ് കമ്പോസിഷനുകളിൽ നമ്മൾ ചില ടെക്സ്റ്റുകൾ ഊന്നി പറയാൻ വേണ്ടി ലൈനുകൾ ഉപയോഗിക്കുന്നു. ഒരുമിച്ച് കൂടി നിൽക്കുന്ന കണ്ടന്റുകളെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈനുകൾ ഉപയോഗിക്കുന്നു. വലിയ വലിയ കണ്ടന്റുകളിൽ ആളുകൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ നമ്മൾ ലൈനുകൾ ഉപയോഗിക്കുന്നു. ലൈൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാനമായും ലൈനിന്റെ വെയിറ്റ്, കളറ്, ടെക്സ്ചർ, സ്റ്റൈല് എന്നിവയെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈനിന് അല്പം കട്ടി കൂടിയാൽ അത് നമ്മുടെ ഡിസൈനിങ്ങിൽ വലിയൊരു പ്രതിഫലനം തന്നെ സൃഷ്ടിക്കും. 2 ഡയമെൻഷനിലായ അഥവാ 2D ആയ വസ്തുക്കളെ നമ്മൾ ഷേപ്പ് എന്ന് വിളിക്കും. സർക്കിള്, സ്ക്വയറ്, ട്രയാങ്കിള് അങ്ങനെ തുടങ്ങിയ പലതും നമുക്ക് ഷേപ്പിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഷേപ്പ് നമുക്ക് 2 രൂപത്തിൽ കാണാം. ജോമെട്രിക്കൽ ആയിട്ടുള്ള ഷേപ്പുകളുമുണ്ട്, ഓർഗാനിക് ആയ ഷേപ്പുകളുമുണ്ട്. കൃത്യമായ അളവും കാര്യങ്ങളും നമുക്ക് മാറ്റാൻ കഴിയാത്തതുമായ ഷേപ്പുകളെ നമ്മൾ ജോമെട്രിക് ഷേപ്പ് എന്നും നമുക്ക് എപ്പോഴും നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റാവുന്ന ഷേപ്പുകളെ ഓർഗാനിക് ഷേപ്പുകൾ എന്നും വിളിക്കുന്നു. ഐഡിയകളെ വിഷ്വലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഷേപ്പുകൾ ഉപയോഗിക്കുക എന്നുള്ളത്. നമുക്കൊരു ഇമേജ് കണ്ടാൽ മനസ്സിലാകുന്നത് അതിൽ ഷേപ്പുകൾ ഉള്ളത് കൊണ്ടാണ്. നമ്മൾ റോഡുകളിൽ കാണുന്ന സ്ട്രീറ്റ് സൈനുകൾ, സിംബലുകൾ, അബ്സ്ട്രാക്ട് ആർട്ടുകൾ എല്ലാം നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് അതിന്റെ ഷേപ്പുകൾ കൊണ്ടാണ്. ഷേപ്പിന് വേറെയും ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഒരുമിച്ച് നിൽക്കുന്ന കണ്ടന്റുകളെ നമുക്ക് വേർതിരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഷേപ്പ് ഉപയോഗിച്ച് നമുക്ക് ചെറിയ ചെറിയ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ഷേപ്പ് 3D ആയിട്ട് മാറുമ്പോൾ അത് ഫോം ആകും. ഒരു സാധാരണ ഇമേജിന് നമ്മൾ 3D ആക്കുന്നത് ആ ഇമേജിലെ ലൈറ്റ്, ഷാഡോ, പെർസ്പെക്റ്റീവിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ്. ചില സ്ഥലങ്ങളിൽ ചില വസ്തുക്കൾ 3D ആയിട്ടില്ലെങ്കിൽ തുള്ളിക്കളിക്കുന്ന പന്ത് വെറും സർക്കിൾ മാത്രമായിട്ട് വരും. നമ്മൾ കാണുന്ന ഒരു ബിൽഡിംഗ് വെറും റെക്റ്റാങ്കിൾ മാത്രമായിട്ട് മാറും. ഒരു സിമ്പിൾ ഷാഡോ ആഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു വർക്കിന്റെ ഭംഗി കൂട്ടാവുന്നതാണ്. നമ്മുടെ വർക്കുകളിൽ റിയലിസം കൊണ്ടുവരാനും ഫോമുകളുടെ സഹായത്താൽ നമുക്ക് കഴിയും. ഒരു സർഫേസിന്റെ ഫിസിക്കൽ ക്വാളിറ്റിയാണ് നമ്മൾ ടെക്സ്ചർ എന്ന് വിളിക്കുന്നത്. ഫ്ലാറ്റ് ഇമേജുകൾക്ക് ആഴവും പരപ്പും നൽകാൻ ടെക്സ്ചറിന്റെ സഹായത്തോടെ നമുക്ക് സാധിക്കും. ഒരു ഇമേജിന്റെ ഫിസിക്കൽ ക്വാളിറ്റി റഫ് ആണോ, സ്മൂത്ത് ആണോ, സോഫ്റ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് അതിലുപയോഗിക്കുന്ന ടെക്സ്ചർ ആണ്. ഒരു തുടക്കക്കാരന് നിങ്ങളുടെ ഡിസൈനിങ് വർക്കുകൾ മനോഹരമാക്കാൻ ടെക്സ്ചർ ബാക്ക്ഗ്രൗണ്ടുകൾ ഉപയോഗിച്ചാൽ മതി. ടെക്സ്ചർ ബാക്ക്ഗ്രൗണ്ടുകൾ നമ്മൾ ഫോണ്ടുകളിലും ഗ്ലോസി ഐക്കണുകളിലും ഉപയോഗിക്കാറുണ്ട്. ഒരേ ഡിസൈനിൽ നമ്മൾ ഒരുപാട് ടെക്സ്ചർ കൊണ്ടുവന്നാൽ അത് ആ ഡിസൈനിങ്ങിനെ പൂർണ്ണമായും ബോറാക്കും. ഒരു ഡിസൈനിങ്ങിൽ ഒരുപാട് ഒബ്ജക്റ്റുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഒബ്ജക്റ്റുകൾക്കിടയിൽ കൃത്യമായി കൊടുക്കുന്ന സ്പേസിനെയാണ് ബാലൻസ് എന്ന് വിളിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളോടെ നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും. ഒരു വസ്തുവിന്റെ കളറിൽ മാറ്റം വരുത്തിക്കൊണ്ട്, അതിന്റെ സൈസിൽ മാറ്റം വരുത്തിക്കൊണ്ട്, അതിന്റെ നമ്പറിൽ മാറ്റം വരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവക്കിടയിൽ നെഗറ്റീവ് സ്പേസ് കൊടുത്തുകൊണ്ട്. ഒരു ഡിസൈനിന്റെ സെന്ററിൽ നമ്മൾ വരയിട്ടതിന് ശേഷം ആ വരയുടെ ഇരുവശവും സെയിം ആണെങ്കിൽ നമ്മൾ ആ ഡിസൈനിങ്ങിനെ സിമ്മട്രിക്കൽ ഡിസൈൻ എന്ന് വിളിക്കുന്നു. നമ്മൾ ഡിസൈനിങ്ങിന്റെ ഫണ്ടമെന്റൽ ആയിട്ട് പറഞ്ഞ ലൈന്, ഷേപ്പ്, ഫോം, ടെക്സ്ചർ, ബാലൻസ് എന്നിവയ്ക്ക് പുറമെ ചില ഡിസൈനർമാർക്ക് റൂൾ ഓഫ് തേർഡ് എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. നമ്മുടെ വർക്ക് ഏരിയയെ നമ്മൾ 3/3 എന്ന് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റൂൾ ഓഫ് തേർഡ് എന്ന് വിളിക്കുന്നത്.
സയന്റിഫിക് സ്റ്റഡി പ്രകാരം ഒരാൾ ഒരു ഡിസൈൻ കാണുന്ന സമയത്ത് അയാളുടെ കണ്ണ് ആദ്യം ഉടക്കുന്നത് ഈ കാണുന്ന ലൈനുകളിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു പോസ്റ്ററിൽ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവയെ നമ്മൾ ഈ കാണുന്ന പാറ്റേണുകളിലാണ് വെക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് ആ പോസ്റ്റർ കാണുന്ന സമയത്ത് ആദ്യം തന്നെ അയാളുടെ കണ്ണ് അതിൽ ഉടക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഡിസൈനർ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിസൈൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. നമ്മൾ ഒരുപാട് വാക്കുകളിലൂടെ ഒരു കാര്യം വിശദീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഒരു ചെറിയ ഡിസൈനിങ്ങിലൂടെ ആളുകളോട് സംവദിക്കാൻ സാധിക്കും. നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പോയിന്റായിട്ട് ഇവിടെ കാണാവുന്നതാണ്. ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഡിസൈനിങ് മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ഫണ്ടമെന്റൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ടും അതെല്ലാം തന്നെ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ ചോദിക്കാവുന്നതാണ്. ഗ്രാഫിക് ഡിസൈനിനെ കുറിച്ചുള്ള ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം.